എൻ്റെ പേര് അനു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഡിനു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ അയർലാൻഡിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിലിലാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു രാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഇതുള്ളത്. 2023 ഏപ്രിൽ മാസത്തിൽ എൻ്റെ ബ്രദറിനൊരു ആക്സിഡൻ്റായി, അവൻ ഹെഡ് ഇഞ്ചുറി ആയി. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ഉടമ്പടി മൂലം അവൻ റിക്കവറി ആകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ജൂണിൽ വന്ന് ഞാൻ ഡയറക്റ്റായിട്ട് ഉടമ്പടി എടുത്ത് അവൻ റിക്കവറി ആയി. അപ്പോൾ അവൻ ആക്സിഡൻ്റ് ആയപ്പോൾ ഞാൻ ഓൺലൈൻ ജോലി അപ്ലൈ ചെയ്തതൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു, പ്രോസസ്സിങ് മൊത്തം. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രോസസ്സിങ് തുടങ്ങി. സമയ ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസത്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാകാനും എനിക്ക് വിസ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് RCSC എക്സാമിൽ ഡേറ്റ് ജനുവരി 2024 എനിക്ക് ഡേറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചും രണ്ടാമതായി ഡിസംബർ മാസത്തിൽ 2023 തിരിച്ചും ഉടമ്പടി പുതുക്കി ഞാൻ അയർലാൻഡിലോട്ട് പോയി. അതിനുശേഷം ജനുവരിയിൽ എനിക്ക് എക്സാം ഡേറ്റ് ആയിരുന്നു. RCSC എക്സാം എല്ലാവർക്കും അറിയുന്നത് പോലെ അയർലാൻഡിലുള്ളവർക്കറിയാം, ഇത് ഭയങ്കര ടഫുള്ള എക്സാമാണ്. അതിൽ 14 സ്റ്റേഷൻസ് ഉണ്ട്. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ എക്സാം എഴുതി. 10 സ്റ്റേഷൻ ഞാൻ നന്നായിട്ട് ചെയ്തു. പക്ഷേ 4 സ്റ്റേഷൻസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അതിനുശേഷം എനിക്ക് റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ RCSC എക്സാം ക്ലിയർ ആക്കാൻ പറ്റി. ദറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ്, ഇറ്റ്സ് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫാമിലി വിസ, എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മ മാതാവ് എനിക്ക് കൃപകളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് കൊച്ചും അയർലാൻഡിലെത്തി. വിത്തിൻ 6 മന്ത്സ് എനിക്ക് ഫാമിലി വിസ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് IT ഫീൽഡിലായിരുന്നു ജോലി. ഹസ്ബൻഡിന് 2 മാസത്തോളം ഞങ്ങൾ ഓൺലൈൻ വഴി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു. ജോലികൾ ലഭിക്കുന്നതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 മണിക്കൂർ യാത്രയുള്ള ജോലി സ്ഥലത്തോട്ടാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട് എംപ്ലോയറിൻ്റെ അടുത്ത് പോയി ജോലിക്ക് അപ്രോച്ച് ചെയ്തു. 3 സ്ഥലത്ത് ഞങ്ങൾ ജോലിക്ക് പോയി. അതിൽ ഫസ്റ്റ് സ്ഥലത്ത് ഞാൻ അമ്മയുടെ ഉപ്പ് ഇട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഈ ജോലി എൻ്റെ ഹസ്ബൻഡിന് കിട്ടുവാണെങ്കിൽ അത് അമ്മ മാതാവ് തരുന്ന ജോലിയാണ് എന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. അതേപടി ഞങ്ങൾ ആ എംപ്ലോയറിനെ അപ്രോച്ച് ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേനും ഞങ്ങൾക്കൊരു മെയിൽ കിട്ടി, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളായിട്ടുണ്ട്, നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ആ ജോലി ലഭിച്ചു. അത് അമ്മ മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ്. അത് അവിടെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇതുവരെ ആയിട്ട് ഏത് ഇന്ത്യൻസിനെ എടുത്തിട്ടില്ല. ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഫസ്റ്റ് ഇന്ത്യന്. അത് അമ്മ മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐറിഷ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹസ്ബൻഡ് വന്ന വിത്തിൻ 1 ഇയറിനുള്ളിൽ ഐറിഷ് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അദ്ദേഹത്തിന് കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എക്സാമിന് പോയി. അതിൻ്റെ മൂലമായി മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ആ എക്സാമിൽ പാസ്സാക്കി ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. സോ ഇത് എല്ലാ കാര്യത്തിനും അമ്മ മാതാവിനോട് നന്ദി സമർപ്പിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവിടെ അയർലാൻഡിലും അതേ ഐറിഷുകാർക്ക് അമ്മ മാതാവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓർഫനേജിൽ മാസത്തിൽ പൈസ കൊടുക്കാറുണ്ട്. അത് എൻ്റെ അമ്മയും ആങ്ങളെയും ഇന്ത്യയിൽ ഇവിടെ ബാംഗ്ലൂരിലാണ്. അവരെല്ലാ ഞായറാഴ്ചകളിൽ തെരുവിലുള്ളവർക്കൊക്കെ ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അത് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് പൈസ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ മാസം. എവ്രിഡേ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഇംഗ്ലീഷ് മാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന ചെയ്യാറുണ്ട്. 2 തൊട്ട് 3 കൊന്തകൾ ചൊല്ലാറുണ്ട്. എല്ലാ കൃപകൾക്കും എല്ലാ ദിവസവും മാതാവ് കൃപയും അനുഗ്രഹങ്ങളും മാത്രമാണ് നൽകുന്നത്. എല്ലാത്തിനും നന്ദി സമർപ്പിച്ചുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ാം വാക്യം. ഞാൻ വിളിച്ചപ്പോൾ
അവിടുന്ന് അടുത്ത് വന്നു. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അനു കുര്യൻ, ബാംഗ്ലൂർ, തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ച് ഈ മകൾ ഇവിടെ നിന്ന് വ്യക്തമാക്കിയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു RCSI എക്സാം അയർലൻഡിലത് ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കുക ചെയ്തത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 14ഓളം കാര്യങ്ങൾ കടന്നു പോകണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുകൊണ്ടും അത് പൂർണ്ണമായിട്ട് അത് പാസ്സാകുവാനും അതിൽ ക്ലിയറൻസ് ലഭിക്കുകയൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയുടെ അയർലൻഡിലെ ജോലിയും ലൈസൻസും അതുതന്നെ പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ടുണ്ടായത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതം തന്നെയാണ്. അത് പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായ ഇടപെടലിലൂടെ ഇവർക്കത് സാധിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ഉടമ്പടി വസ്തുക്കളുടെയും നേർച്ച വസ്തുക്കളോടും ചേർന്ന് കൊണ്ട് പൂർണ്ണമായ പ്രാർത്ഥനയിലാണ് ഇവർക്കിതെല്ലാം പരിശുദ്ധ അമ്മയിലൂടെ സാധിക്കുകയൊക്കെ ചെയ്തത്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.